ആഹാ കറക്റ്റാ പാക്കണേ. സാറേ എങ്ങനെ എത്തി? കടയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുവന്നാ. ആഹാ അടിവാരത്തെ ബലൂൺ കൂടെ മുഴുവൻ ഉണ്ടല്ലോ തന്നെ. ഇവിടെ കച്ചവടത്തിന് പെണ്ണുങ്ങൾ ഒരുപാടുണ്ടല്ലേ? അയ്യോ ഉണ്ടോന്നോ? ഇവിടെ ആണുങ്ങളെക്കാ കൂടുതൽ അവരാ. ചേച്ചി അയ്യോ എനിക്ക് വേണ്ട. എനിക്ക് വേണം. എനിക്കും വേണം. അവനോട് കുടിക്കേച്ചി. എനിക്ക് വേണ്ടാത്തോണ്ടാ. ഇതാ നമുക്കേ 50-50 എടുക്കാം. പിന്നെ എന്താ ഇന്നിങ്ങോട്ട് വരാൻ തോന്നിയേ? തിരിച്ചു പോകാറാവുമ്പോഴേക്കേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് മടുത്തു. ഇപ്പൊ മനസ്സിലായാലും ഇവിടുത്തെ അവസ്ഥ. ഏതായാലും വന്നു നന്നായി. എല്ലാരും കൂടി പുറത്തിറങ്ങി ഒന്ന് ചുറ്റിക്കറങ്ങുമെന്ന് ഞാനും വിചാരിച്ചിരുന്നതാ. വേണമെങ്കിൽ കൊടൈക്കനാൽ പോവാം. പറഞ്ഞതുപോലെ കൊടൈക്കനാൽ ഇവിടെ അടുത്താ. ടൂർ പരിപാടി നമുക്ക് അങ്ങോട്ടാക്കിയാലോ? ആ അതെ, കാവേരി ചേച്ചിയും നമ്മളും എല്ലാവരും കൂടെ. നമ്മളോ? നീ വന്നാ പിന്നെ കടയിലാരാ? നീ ഇവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചത്. யாரடி வாங்கி கொடுத்த அந்த மாலை? என் புருஷன். என்னப்போ கிண்டலா? இது கொடைக்கானல்ல வாங்கினது. இங்க இந்த மாதிரி மாலை எல்லாம் கிடைக்குமா? அடியாத்தி കാവേരി നീ കുറച്ച് വെള്ളം ചൂടാക്കി. വേണ്ട, എനിക്ക് കുറവുണ്ട്. നീ സംസാരിക്കാതിരിക്കേ. ഡോക്ടറെ വിളിക്കണോന്നാ? മരുന്നൊക്കെ ഉണ്ട്. കാപ്പി എന്തെങ്കിലും ഇടണോ? വേണ്ട. മക്കള് ചേച്ചി കൂടെ പോയി കളിക്കേ. ആ മാടസ്വാമിയുടെ തോട്ടത്തിൽ നിന്ന് വരുന്ന ചരക്ക് വീടിയുടെ പടിഞ്ഞാറേ മൂല അടക്കണം. പിന്നെ വേറെ ആരുടെ ചരക്ക് വരാനുള്ളത്? ചിന്നത്തമ്മ. ആ അത് നാളെ ഒന്നും വരവുണ്ടാവില്ല. ആ മധുരയിൽ വരുന്ന ലോറിക്കാരുടെ വാടക ബ്രോക്കർ ഷെഡിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ ചിലപ്പോ നാളെ വരാൻ ഇത്തിരി വൈകി. ശരിയണ്ട. സുബ്ബയ്യൻ ഇന്ന് ലീവാ. നീ കടയിൽ കിടന്നുള്ളൂ. ഓ എന്നാ പോയി. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. വരണ്ട. ഓ നീ ഇതെവിടെ പോന്നു? മക്കൾക്ക് ചോറ് കൊടുക്കാൻ. ആ കാവ്യയോട് പറഞ്ഞ അവള് കൊടുക്കില്ലേ? ഞാൻ കൊടുത്തോളാം. നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. ഈ വലിവൊന്ന് കുറയട്ടെ. എനിക്കിപ്പോ കുറവുണ്ട്. നീ പറയുന്നത് കേക്ക്. ഞാൻ അവളെ വിളിക്കാം. വിളിക്കണ്ട. അവളിപ്പോ കിടന്നിട്ടുണ്ടാവും. കാലത്ത് മുതലേ ഇവിടുത്തെ പണികളൊക്കെ ചെയ്യല്ലായിരുന്നോ? എന്നാ നീ കിടന്നു, ഞാൻ കൊടുക്കാം. മക്കളെ വാ. കൊറേ നേരം അയല്ല വെച്ച് തേക്കുന്നു. ഇനി നിർത്താറായില്ലേ? நீ உன் வேலையை பாரு. என் காசுல வாங்கின குங்குமம் மஞ்சள் போட்டு நான் எவ்வளவு வேணாலும் தேய்ச்சுப்பேன். ഇനി ആരെ കിടക്കാനായി വേഷം കെട്ട്? கரெக்டா? ஏய், நீ மலையாளத்துல என்னென்னமோ கெட்ட வார்த்தை எல்லாம் சொல்லிக்கிட்டு இருக்க. எனக்கு புரியலன்னு நினைச்சுக்காத. உன் பொண்ணு மாதிரி அக்கம் பக்கத்து ஆம்பளைங்கிட்ட கொஞ்சி கொலையா நான் போகல. கொடைக்கானல்ல இந்த மாலை வாங்கி கொடுக்கறதுக்கு, குற்றாலத்துல இந்த புடவை வாங்கி கொடுக்கறதுக்கு எனக்கு யாரும் இல்ல. എന്റെ മോള് മാലയും പുടവയും വാങ്ങിച്ചെങ്കിലേ അത് അവിടെ എടുക്ക്. അതിന് നീ കണ്ണു കടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കണ്ണുകടിയാ எனக்கா? ஆஹா, உன் பொண்ணு பெரிய மேனக. എടീ, എട്ടുമുട്ടി തിരിയാത്ത എന്റെ മോളെ കുറിച്ച് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ஆமா, உன் பொண்ணுக்கு ஒண்ணும் தெரியாத பாப்பா. எனக்கு தெரியாதா? உனக்கு என்னடி தெரியும்? என்கிட்ட எல்லாம் வச்சுக்காத. வாழை ஒட்ட நறுக்கிடுவேன். ஆமா. அம்மா, உங்களுக்கு சுகம் ஆயிடுச்சா? உங்களுக்கு சுகம் இல்லைன்னு கேட்டது என் நெஞ்சே வெடிச்சு போச்சு. என்னம்மா சுகம்? காய்ச்சலா? அதாவது பனி. பனியா? நான் முருகன் கிட்ட வேண்டிக்கிட்டேன், உங்களுக்கு ஒண்ணுமே ஆகாது. ஆனா நீங்க கொஞ்சம் ஜாகிரதையா இருக்கணும். நான் உங்ககிட்ட ஒரு விஷயம் പറയണമെന്ന് വിചാരിച്ചു. என்ன? ஒரு மாசத்துக்கு முன்னாடி நம்ம காவேரி இல்ல? ஒன்னும் இல்ல, நம்ம ஜூஸ் முதலாளி. அப்புறமா சொல்றேம்மா. എന്താ? நான் அப்புறமா சொல்றேம்மா. എന്താ பத்னி? சொல்றேம்மா. പറഞ്ഞിട്ട് പോ. അയ്യോ, പിന്നെ പറയാം.
മുതലാളി അവരെ സുട്ടാതിരിക്ക മുതലാളി 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 അവരെ ഒന്നും പറ്റാതിരിക്ക മുതലാളി മുതലാളി ഇവര് സ്വന്തം അപ്പ മാതിരി എനക്കാக അവരെ விட்டுருங்க മുതലാളി இந்த பணி எப்ப கவுண்டம் ஒண்ணு நினைச்சிட்டானா அதை செய்யாம விட மாட்டான் മുതലാളി അവരെ விட்டுருங்க മുതലാളി அவரை விட்டுருங்க മുതലാളി பாத்தியா அவனோட பாசத்தையும் தன்னடக்கத்தையும் இந்த மாதிரி ஒரு பையனையான நீ சாட்டை கொண்டு அடிச்சு விரட்டியது നിന്റെ മകളെ ഇവൾക്ക് കല്യാണം ചെയ്തു തരാൻ ചൊല്ലി താമ്പള തട്ട് വാങ്ങി നീ വഞ്ചിച്ചു. അവള് സമ്മതിക്കുന്നില്ല മുതലാളി. ഇല്ലെങ്കിൽ വേണ്ട, പക്ഷെ നീ അതൊക്കെ ശിക്ഷ അനുഭവിക്കണം. ഇനിമേ നീ എന്റെ വണ്ടി ഓട്ട വേണ്ട. ചെല്ലപ്പാ വണ്ടി ഇടണം. കൗണ്ടറെ വണ്ടി ഇടണം. கவுண்டரே வண்டி எடுத்துட்டு போவாருங்க. இப்பதான் என் வேலையை ஆரம்பிச்சிருக்கேன். என்ன நடக்குதுன்னு பாரு. கவுண்டரே வண்டி പഴനിന്ന് പോവേണ്ടി വരുമെന്ന് തോന്നണേ. എന്താ ഈ പറയണേ? ഒക്കെ നമ്മുടെ പുന്നാര മോള് വരുത്തി വെച്ചതാ. വണ്ടി കൗണ്ടർ പിടിച്ചുകൊണ്ടുപോയി. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചില്ല. അയാളെ വെറുപ്പിച്ചിട്ട് ഇന്ത പഴനിയിൽ പുഴയ്ക്ക മുടിയുമോ? നമ്മുടെ മോളെ കൊടുക്കാൻ നമുക്ക് ഇഷ്ടമില്ല. അതിനേക്കെന്താ? നീ ഇത് എന്ന് അയാളോട് പറ. വെറും പട്ടിക്കാടൻ അയാള്. എന്ത് ചെയ്യാനും മടിക്കില്ല. വിവരമില്ലാണ്ട് തോക്കിന്റെ കാഞ്ചി കയറി പിടിച്ചു വലിച്ച കഴിഞ്ഞില്ലേ കാര്യം. യോശിച്ച് പാത്താ എന്നെ പണ്ണതെന്ന് തിരിയില്ല. ഏയ്, ഇങ്ങനെ മനസ്സ് തളർന്നാലോ? ഒരു കുതിരവണ്ടി കണ്ടിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയത്. മുരുകൻ ഏതാവതൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ഇങ്ങനെ തളർന്നിരിക്കല്ലേ എന്ന് എനിക്കിത് കാണാൻ പറ്റില്ല. നിങ്ങളുടെ ഒച്ചപ്പാടും ബഹളവും കേൾക്കാതെ ബെൽറ്റിനൊരു അടി കൊള്ളാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. இந்த அநியாயத்தை கேட்கறதுக்கு யாருமே இல்லை முருகா. யாரா நீ? ராமையனோட குதிரை வண்டி எடுத்துட்டு வந்தியாமே. அது ராமையோட வண்டி இல்லடா, என் வண்டி. ஆமா, உன் வண்டிதான். இல்லன்னு சொல்லலையே. அது உன்ட்ட திருப்பி கொடுத்துரு. அத சொல்றதுக்கு நீ யாரா? நான் முத்து. நீ முத்துவா இருந்தாலும் சரி, மாணிக்கமா இருந்தாலும் சரி, வண்டியை திருப்பி கொடுக்க முடியாது. டேய், ஏடா பாத்துக்கிட்டு நிக்கிறீங்க? கழுத்தை பிடிச்சு வெளியே தள்ளுடா அவனை. டேய், யாராவது என் மேல கை வச்சுங்க, அப்புறம் கதையை மாறிடும். இப்ப நீ மரியாதையா வெளியில போலன்னா உன் கதை மாறிடும். போடா போடா போடா. வாடகை கொடுக்க வக்கெல்லாம் வந்துட்டானுங்க. செல்லப்பா வண்டியடா. நீ போ. இல்ல நீங்க போங்க. டேய், நான் முதலாளியா நீ முதலாளியா? நீங்க இருக்கும்போது நான் போக கூடாது. நீங்க போங்க. டேய், முதலாளி எல்லாம் கடைசியில தான் வரணும். முதல்ல நீ போ. போடா, போய்க்கோடா.
பதில் சொல்லும் தவற ஐயோ கொல்லாதீங்க முதலாளி இன்னைக்கு ரெண்டுல ஒண்ணு பாத்துறேன். இந்த பழனியப்ப கவுண்டரோட பகை வச்சவங்களை யாரையும் விட்டு வச்சதில்ல நானு. ஜன் 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 ஜன். கிட்ட வராத, சுட்டுடுவேன். சொன்னா கேளு, கிட்ட வராத, சுட்டுடுவேன். நான் சுட்டா நீ செத்துருவேன். அப்புறம் நான் ஜெயிலுக்கு போயிடுவேன். கிட்ட வராத தவறு தற்குது போறதுக்கு இடம் இல்ல. ஐயோ, என்ன ஒண்ணும் பண்ணிடாத, சாமாட்டியை திருப்பி கொடுத்துடுறேன். அது மட்டும் போராது, இனிமே பொம்பளங்க மேல கண் வைக்க கூடாது. வைக்க மாட்டேன். இங்க நடந்தது வெளியில யாருக்கிட்ட சொல்லக்கூடாது. சொல்ல மாட்டேன். சொன்னா நீ உயிரோட இருக்க மாட்டேன். முதலாளி இந்த துப்பாக்கி என்ன பண்றது? ஏதாவது ஒரு மியூசியத்துக்கு ஃப்ரீயா கொடுத்துடுறேன். அப்படி மேல பார்த்து படுத்துக்கிட்டு இருந்தா என்னையா பிரயோஜனம்? இன்னும் நான் கீழே பார்த்து படுக்கிறேன். நான் அங்க இருந்திருந்தா இந்த அக்கிரமே நடந்திருக்காது. ஆம்பளையா இருந்து இவ்வளவு பெரிய மீசை மட்டும் வச்சுக்கிட்டு இருந்தா பத்தாது. கொஞ்சம் புத்தி இருக்கணும், கொஞ்சம் தைரியம் இருக்கணும், செய்யற வேலை பத்தி கொஞ்சம் விவரம் தெரிஞ்சிருக்கணும். கொஞ்ச நேரம் நீ நின்று நாக்கு வாயில போட்டு ஒன்னு அடங்கி இருக்கி. நாக்கு வாயில போட்டு மூடிக்கிட்டு இருந்தா சாப்பாட்டுக்கு என்னையா பண்றது? எல்லாரோட செலவையும் என்னால பார்க்க முடியாது. മുരുക ഇയാൾ എന്തിനുള്ള പുറപ്പാടാ? കൊല്ലണെങ്കിൽ കൊല്ലട്ടെ. നിങ്ങളുടെ ഇടയിൽ കിടന്ന് അറിയിക്കുന്നതിനേക്കാളും ഭേദം അതാ നല്ലത്. നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഇടടി ராமையா, என்ன மன்னிச்சிடு ராமையா. முதலாளி உங்களுக்கு வண்டி திருப்பி தரான் வந்ததா? ഞാൻ എന്തായി കേക്കണ് മുരുക? முருகா, முருகா, அந்த முருகன் தான் என் கனவுல வந்து சொன்னா, ராமையா என்ற பக்தன், நீ என்ற பக்தன், ரெண்டு பேருக்கு சலம்பல் வந்தா நான் மண்டை காஞ்சி போடுவேன்னு சொன்னா, அதனாலதான் ராவோட ராவ வண்டியை திருப்பி எடுத்துட்டு வந்துட்டேன். கனவு கண்ட உடனே முதலாளி என்ன விழிச்சு சொல்லிச்சு, செல்லப்பா குதிரை வண்டிய ராமையா வீட்டுல கொண்டு கொடுன்னு. ഞാൻ ഈ കേട്ടത് സത്യാണോ? சத்தியம் தான், சத்தியம் தான். ஆமா, அல்லாத ஆறுகளும் பறஞ்சு விட்டதோ பயப்படுத்தியதோ அல்ல. முதலாளி கன்னத்தில் அடையாளம் பாத்தீங்களா? யாரும் தள்ளியதல்ல. அது ஒண்ணுல்ல, ஒரு சின்ன பிரச்சனை. ஆமா, பார்த்தா யாரோ தள்ளியது மாதிரி இருக்கும். செல்லப்பா வண்டியை எடுத்துட்டு வந்து ராமையா கிட்ட கூடு. വേണ്ട മുതലാളി, ഞാൻ വണ്ടിയോടെ ഇപ്പവേ സ്റ്റാൻഡിലേക്ക് പോறேன். இன்னைக்கு பூரா நைட் ஓட்டம் தான். அப்புறம் உன் இஷ்டம். ராமையா, நான் வரட்டுமா? சரிங்க. அம்மா வரம்மா, தாயி வரேன். வர்றேங்க. ഇടയ്ക്ക് പനി വല്ലതും വന്നോ? ഏ? അല്ല, 1-2 മാസം മുമ്പേ പനിയായിട്ട് കിടന്നിരുന്നോ? ആ, ഒരു ചെറിയ പനി വന്നിരുന്നു. എന്തേ? അന്ന് പനി മാറാൻ വേണ്ടിട്ട് കാവേരി പാൽക്കാവടി എടുത്ത് മല കയറിയോ? ആ പെണ്ണിന് വട്ട. വട്ടെന്തോ ആവട്ടെ, മല കയറിയോ? അതെന്നെ, തിരിച്ചാ വേഷമൊക്കെ ആയിട്ടൊരു വരവ് വന്നു. ഒന്ന് കാണേണ്ടതായിരുന്നു ആ കോലം. ചന്ദനമൊക്കെ പൂശി കാവ്യൊക്കെ ഉടുത്ത്. എന്നിട്ടെന്താ എന്നെ അറിയിക്കാൻ ഞാൻ? ഓ, ഇതിപ്പോ എന്താ അത്ര അറിയിക്കാനുള്ളേ? അല്ല, കണ്ണത്താ ദൂരത്ത് കിടക്കുന്നതാ. എന്തെങ്കിലും വന്നാ ബാക്കിയുള്ളവരൊന്നും അറിയണ്ടേ? അതിന് അത്രയും വലിയ പനിയൊന്നും ആയിരുന്നില്ലെന്നേ. വെറുതെ ആ പെണ്ണ് നേർച്ച നേർന്നതാ. അല്ലേലും നമ്മള് ക്രിസ്ത്യാനിക്ക് വേണ്ടി ഇവര് പാൽക്കാവടി എടുത്തോണ്ട് മല കയറിയാ പനി മാറുവോ? ഞാൻ ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോ പനി വമ്പാടുന്നു. എന്നാലും വിവരം എന്നോടൊന്ന് പറയാമായിരുന്നു. അല്ല, ആരാ ഇതിപ്പോ നിന്നോട് പറഞ്ഞേ? ആരെങ്കിലും ആട്ടെ. അവളാ? ആരെങ്കിലും ആട്ടെ എന്ന്. എന്റെ പൊന്നു മോളെ, വെറുതെ അവരവരൊക്കെ പറയുന്നത് കേട്ട് നീ തല പുണ്ണാക്കല്ലേ. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാ മതി. ചെല്ലേ, ചെന്ന് ഇച്ചിരി കാപ്പി ഇട്. ചെല്ലേ. ഇത് എന്നാ വില? 2 രൂപ വാങ്ങിക്ക. 2 രൂപ உனக்கு என்னடி வியாபாரம்? என்னங்க முதலாளி புதுசா கேக்குறீங்க? நான் எப்பவும் செய்யறது கீரை வியாபாரம் தானே. கீரை வியாபாரம் ரோட்டிலே போதும். എന്റെ വീട്ടിൽ വന്ന് നിന്റെ വേഷം കെട്ടി എടുത്താലുണ്ടല്ലോ, എന്നെ ഉനക്ക് தெரியுമല്ലേ? நான் என்ன செஞ்சேன்? ഒന്നും ചെയ്യലേ. നീ എൻ വീട്ടുകാരിക്കിട്ട് എന്നെ சொன்னே? ஒன்னும் சொல்லலையே. சொல்லலையா? ഞാൻ പനിയായിട്ട് കിടന്നപ്പോ കാവേരി പാൽക്കാവടി എടുത്ത് മല കയറിയത് എന്നമോ പെരിയ പ്രചനയാ சொன்னியாமே. அது வந்து ஒழுங்கா மரியாதை அவன் வேலையை பாரு. இது ரோடாயி போச்சு. அது உன் பாக்கியம். இனிமே என் வீட்டு பக்கம் வந்த
പല്ലടിച്ച് പോടുവേ, ജാഗ്രത. அம்மா நான் உங்களோட எந்தகிலும் தப்பா பறஞ்சோ ஜோஸ் முதலாளி பனி வந்து கிடந்தப்போ காவேரி பால் கவடி எடுத்து மலையேறி இது மட்டும் தானே ஞான் பறஞ்சது அது ஒரு தப்பா இது நீங்க போய் அவரோட சொல்ல அவர் வந்து என்ன ஆட்டுகள்ல இட்டு அரை அரைன்னு அரைக்கிற மாதிரி அரைச்சு விட்டாரு அப்பப்பா இனிமே நான் உங்ககிட்ட ஒண்ணும் சொல்ல மாட்டேமா இங்க இருக்கிறது அங்க சொல்லி அங்க இருக்கிறது இங்க சொல்ற பழக்கம் எனக்கு இல்லம்மா நான் இங்க வர்றது ஜோஸ் முதலாளிக்கு பிடிக்காது ஏன் தெரியுமா நான் உள்ளதை உள்ளபடி சொல்லுவேன் என் மனசுல கள்ள இல்லம்மா ജോസേട്ടൻ നിന്നെ എന്താ പറഞ്ഞേ ഇനി എന്ത് പറയണം ഇനിമേ ഞാൻ ഇങ്ങ വരമാട്ടെ ആനാ ഒന്നു மட்டும் சொல்றேன் காவேரி நீங்க விசாரிச்ச மாதிரி பாவம் இல்ல அவ்வளவுதான் വേണ്ട മോനെ മോൻ പറപ്പിച്ചാലേ പട്ടം കാറ്റ് കൊണ്ടുപോകും വേണ്ടടാ മക്കള് വന്നേ മതി കളിച്ചത് അമ്മച്ചി പൊക്കോ ഞങ്ങൾ വന്നോളാം അപ്പച്ചൻ വരുമ്പോ തല്ലുള്ളൂ ചേച്ചി പൊക്കോ മക്കളെ ഞാൻ കൊണ്ടാക്കാം വരുമ്പോ കണ്ടില്ലെങ്കിൽ ചേട്ടൻ വഴക്കു പറയും ഇനി മതി കാവേരി അണ്ണനോട് ഞാൻ പറഞ്ഞോളാന്നേ വന്നേ മണ്ണിലും പൊടിയിലും ഒക്കെ കളിച്ച് വേണ്ടാത്ത അസുഖങ്ങളൊന്നും ഉണ്ടാക്കണ്ട ചെറുക്കന്റെ കോലം കണ്ടില്ലേ വെയിലത്ത് ഓടി ഓടി പാണ്ടികളുടെ മാതിരിയായി അവരെ ഞാൻ കുളിപ്പിച്ചോളാ ചേച്ചി കാവേരി അമ്മ അന്വേഷിക്കണ്ടെന്ന് തോന്നുന്നു അപ്പടിയാ എന്നാ മക്കള് പൊക്കോ ചേച്ചി നൂലെടുത്ത് വെച്ചിട്ട് വരാം കേട്ടോ വിട്ടെ ഏയ് വാടാ ഇങ്ങോട്ട് എന്തൊരു മൂടൗട്ട് ഏയ് എന്താ പറ്റിയേ ഒന്നുമില്ല പിന്നെന്താ മുഖം ഇങ്ങനെ കടന്നിൽ കുത്തൂല ഒന്നും പറഞ്ഞിരിക്കുന്നത് എന്റെ മുഖം അങ്ങനെയാ എന്തെങ്കിലും ഉണ്ടേ തുറന്നു പറ അല്ലാതെ മുഖം എടുത്ത് ഇങ്ങനെ ഏറ്റി പിടിച്ചു നടന്നാൽ ഞാൻ എങ്ങനെ അറിയാനാ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ ഇന്നും ഇന്നലെയോ കാണാൻ തുടങ്ങിയല്ലോ ആ അത് ഓർമ്മയുണ്ടായാ മതി എന്ത് എന്തെങ്കിലും ഒരു കാര്യം കണ്ടാലോ കേട്ടാലോ ചോദിക്കാൻ പാടില്ല ചോദിച്ച കുഴപ്പമായി നീ എന്താ ഉദ്ദേശിക്കണേ ആ പപ്പിനി എന്താ പറഞ്ഞേ ഓ അത് ശരി അപ്പോഴേക്കും അതിവിടെ എത്തിയോ ഞാനാ നാണം കെട്ടെ എന്തിനാ വെറുതെ അവളെ വിളിച്ച് ചോദിക്കാൻ പോയേ അവളൊന്നുമല്ല എന്നോട് പറഞ്ഞേ പിന്നാരാ അവളെ നിനക്ക് അറിഞ്ഞൂടാ വായ പോയ വാക്കത്തിയാ എവിടിട്ടും വെട്ടാം അല്ലെങ്കിലും ഉള്ളത് പറയണവർ കണ്ടൂടല്ലോ എന്തുണ്ടായെന്നാ നീ ഇപ്പൊ പറയുന്നേ മനുഷ്യ